ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ആദിയുഷസ്സിൻ വിജയ പതാകയിൽ വീശിയ കുളിർക്കാറ്റേ, തീനാവുകളാൽ പറന്നിറങ്ങിയ ധീരോദാത്തതയേ, വരണേ തിരുസഭയിൽ ഇനിയും തീവിതറാ പുതിയൊരു അഭിഷേകം തരണേ പ്രേഷിതരിൽ. ഏകരക്ഷകനാമേശുവിനെ സധീരം പ്രഘോഷിപ്പാൻ പാവന റൂഹാ നീയരുളണമേ വീണ്ടും പെന്തക്കുസ്താ. അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഇന്നും സാക്ഷ്യം നൽകാൻ ദൈവപിതാവേ നീ പകരണമേ വീണ്ടും പെന്തക്കുസ്താ, വീണ്ടും പെന്തക്കുസ്താ. വീണ്ടും പെന്തക്കുസ്ത. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെന്തക്കോസ്ത ഒരുക്ക ധ്യാനത്തിൻ്റെ 3-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആദ്യ 2 ദിവസങ്ങളിൽ നാം ഒരുക്കത്തെപ്പറ്റി തന്നെയാണ് പ്രാർത്ഥിച്ചതും ചിന്തിച്ചതും പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പരിശ്രമിച്ചതും. വേറെ ഒന്നുമല്ല, നല്ല കുമ്പസാരം വേണം. ആ കുമ്പസാരത്തിലൂടെ പിശാചിനെതിരെ ഞാൻ നിൽക്കുന്നുണ്ട് എന്നൊരു ബോധ്യം അവന് കൊടുക്കണം. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ പിശാചിന് എന്നെ പേടി തോന്നുന്ന ഒരു ജീവിതം ഞാൻ നയിക്കണമെന്നാണ് പറയും. പേടി തോന്നുന്ന ജീവിതം എങ്ങനെ നയിക്കണം എന്ന് നാം തീരുമാനിച്ചു. നാം അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുമ്പോൾ പിശാച് നമ്മിൽ നിന്ന് പേടിച്ചോടിപ്പോകും എന്ന് ചിന്തിക്കരുത്. കാരണം പിശാച് ഭയങ്കര കുശാഗ്ര ബുദ്ധിക്കാരനാണ്. അവൻ അത്ര കണ്ണിങ്ങാണെന്ന് പറയും. നമുക്കറിയാമല്ലോ, ആദ്യ മാതാപിതാക്കളുടെ അടുക്കലേക്ക് എന്ത് സിമ്പിളായിട്ടാണ് അവൻ കയറി വന്ന് എഴഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് അസ്വസ്ഥത കൊണ്ടുവന്ന് പരസ്പരം തല്ലുണ്ടാക്കി അവസാനം കൊലപാതകം വരെ നടത്തി ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു പറുദീസയിൽ നിന്ന് അവരെ സിമ്പിളായിട്ട് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് കുശാഗ്ര ബുദ്ധിക്കാരനായ പിശാച് ഇങ്ങനെ ഒരു കുമ്പസാരത്തിൻ്റെ ഒരു ദൈവാനുഭവം സ്വന്തമാക്കി നാം പിശാചിനെതിരെ നിൽക്കുമ്പോൾ ആ പിശാച് നമ്മളെ വിട്ടു പോകും എന്ന് വിചാരിക്കരുത്. ആദ്യമേ തന്നെ അടിവരയിട്ട് എഴുതി വെക്കണം, പിശാചിനെ ഞാൻ വേദനിപ്പിച്ചിരിക്കുകയാണ്, അവൻ വെറുതെ ഇരിക്കത്തില്ല. നമ്മൾ ചിന്തിക്കും എന്ത്, അവൻ മോശമായ രീതിയിൽ അല്ലെ നെഗറ്റീവായി നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുമെന്ന് നമ്മൾ ചിന്തിക്കും. എന്നിട്ട് ആ മേഖലകളൊക്കെ നമ്മളിങ്ങനെ പഴുതു വെച്ച് അടക്കും. അപ്പോൾ പിശാചിന് മനസ്സിലായി ആ വഴിയിലൂടെ ഒന്നും ഇനി പ്രലോഭിപ്പിച്ചിട്ട് കാര്യമില്ല, ഇവന് പ്രലോഭനങ്ങൾ കൊടുത്തതുകൊണ്ട് കാര്യമില്ല, മറിച്ച് ഇവന് കൃപ കൊടുക്കുന്നതായിട്ട് നമുക്ക് ഭാവിക്കാം. അത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് ഇവനെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് തീരുമാനിക്കാം. പ്രിയമുള്ളവരെ, പെട്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാകണമെന്നില്ല. ഞാനൊരു എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ഉദാഹരണം പറയാം. നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് എൻ്റെയൊക്കെ ജീവിതത്തിൽ, വൈദികരുടെ അടുത്തൊക്കെ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാനൊക്കെ വരും. പ്രാർത്ഥിക്കാൻ വരും, അതോടൊപ്പം തന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയും. പിശാചിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അച്ചോ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളിങ്ങനെ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആൾ പെട്ടെന്ന് മറിഞ്ഞു വീഴും. മറിഞ്ഞു വീണ് കഴിയുമ്പോൾ എഴുന്നേറ്റിട്ട് ആൾ പറയും, ഇപ്പോൾ ഒരു ആശ്വാസമുണ്ട് അച്ഛൻ. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ചെറിയൊരു അഹങ്കാരം എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അഹങ്കാരം തന്നെയാണ്, ചെറിയൊരു അഹങ്കാരം വരും. അപ്പോൾ ഇത് പുറത്തു പോയി പറയുമല്ല, ആര് ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് പോയി തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു, ഇപ്പോൾ ആൾ ഓക്കെയാണ്. അപ്പോൾ ആൾ ഒരു പബ്ലിസിറ്റി വീണ്ടും കൊടുക്കും. അങ്ങനെ വേറെ കുറച്ച് ആൾക്കാരൊക്കെ വരും. അങ്ങനെ ആളുകളുടെ എണ്ണം കൂടും. അങ്ങനെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ പടപടാന്ന് വീഴുക.
പ്രിയമുള്ളവരെ, വീഴുന്നത് തെറ്റാണെന്നല്ല കേട്ടോ പറയുന്നത്. ഇത് പിശാചിൻ്റെ ഒരു കെണിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നാണ്. ചില ആളുകൾക്കൊക്കെ അതിനുള്ളൊരു കഴിവുണ്ട്. ചില ആളുകൾ വീടുകളിൽ വരും. അപ്പോൾ വീടുകളിൽ വരുമ്പോൾ അവർ പ്രത്യേകമായിട്ട് നമുക്ക് വീടുകളിൽ ആയിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ കുടുംബത്തിൽ വരും. പിശാച് നമ്മിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പോലുള്ള പല അടയാളങ്ങളൊക്കെ നമ്മുടെ വീടുകളിൽ കാണിക്കും. അപ്പോൾ അവരൊക്കെ നമ്മുടെ വീടുകളിലേക്ക് ക്ഷണിക്കുമ്പോൾ ചില വികാരിയച്ചന്മാർ, അതിപ്പോൾ ഞാനും അങ്ങനെ തന്നെയാണ്, ആരെ വേണമെങ്കിലും വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ അറിയണം, ഞാൻ അറിയാതെ വിളിക്കണ്ട. പ്രിയമുള്ളവരെ, ഞാൻ അറിയാതെ വിളിക്കണ്ട എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അത് അവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. വന്ന് പ്രാർത്ഥിക്കുന്ന ബ്രദർ അല്ലെങ്കിൽ അച്ഛൻ, സിസ്റ്റേഴ്സ്, അവർക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, സഭയോട് ചേർന്ന് നിൽക്കാതെ ഒരാൾ പ്രവർത്തിക്കുമ്പോൾ, ഈ സഭയോട് ചേർന്ന് നിൽക്കാതെ ഒരാൾ പ്രവർത്തിക്കുക എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉദാഹരണം പറയാം. അതിപ്പോൾ ഈ രാവിലെ സംഭവിച്ചത്. രാവിലെ ഞാൻ എൻ്റെ രൂപത, കോട്ടപ്പുറം രൂപതയാണ്, ഞങ്ങളുടെ പിതാവ് അംബ്രോസ് പിതാവ്. അംബ്രോസ് പിതാവിനോട് വളരെ ആഴമായിട്ടുള്ളൊരു അടുപ്പം അത് പിതാവാണതിന് മുമ്പ് ഉണ്ട്. ശരിക്കും പിതാവാണ് എൻ്റെ അടുത്ത് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ, അച്ഛാ ഏതായാലും ഒരു അവസരം കിട്ടിയതാണ്, അച്ഛൻ അത് പോകണം, അത് നല്ല രീതിയിൽ അത് നിവർത്തിക്കാൻ വേണ്ടിയിട്ട് അച്ഛന് ദൈവം സഹായിക്കും, ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചോളാം. പക്ഷേ ഈ ദിവസങ്ങളിൽ ഞാനിങ്ങോട്ട് പോരുന്നു എന്നത് പിതാവിനോട് പറയാനായിട്ട് മറന്നുപോയി. രാവിലെ ഞാൻ വിളിക്കാനെടുത്തപ്പോൾ ഇവിടെ നെറ്റ്വർക്കില്ല എൻ്റെ ഫോണിൽ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് വിളിച്ചേക്ക്. അപ്പോൾ പിതാവിനെ വിളിച്ചു, പിതാവിനെ കിട്ടിയില്ല. അപ്പം എനിക്കിച്ചിരി സങ്കടമായി. കാരണം പിതാവിനോട് പറഞ്ഞിട്ടുണ്ട്. അതായത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പിതാവ് ഒരു സപ്പോർട്ട് തരുന്നത് പിതാവിൻ്റെ സപ്പോർട്ട് മാത്രമല്ല, മറിച്ച് ആ രൂപതയുടെ സപ്പോർട്ട്. ആ രൂപതയുടെ സപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു എനർജി ഉണ്ടാകുമെന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്ന ആളാണ്. അവസാനം എനിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന മുറിയുടെ ഉള്ളിൽ നിന്നപ്പോൾ അത് ഫുള്ള് റേഞ്ച് വന്നേക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം ഇത് എനിക്ക് തോന്നിയതാണോ അല്ലെങ്കിൽ ശരിക്കുമാണോ? ഞാൻ വിളിച്ച് 2 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പിതാവ് ഫോൺ എടുത്തു. അപ്പോൾ പിതാവിനോട് ഞാൻ പറഞ്ഞു, പിതാവെ ഇങ്ങനെ ഒരു പരിപാടിക്ക് വന്നേക്കാം. അപ്പോൾ പിതാവ് പറഞ്ഞു, ധൈര്യമായിട്ട് പൊക്കോളൂ, ഞങ്ങൾ ഒരുമിച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ ശക്തമായ പ്രാർത്ഥനയുണ്ടാവും. പ്രിയമുള്ളവരെ, അതൊരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പലയിടങ്ങളിൽ നിന്നൊക്കെ ആളുകളെയൊക്കെ കൊണ്ടുവരും നമ്മൾ പ്രാർത്ഥിക്കാൻ. നമ്മൾ പ്രാർത്ഥിക്കാൻ കൊണ്ടുവരുന്നതിൽ കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത്, വികാരി അച്ഛൻ്റെ അനുവാദമില്ലാതെ പ്രാർത്ഥിക്കാൻ വീടുകളിൽ ആരും വരാൻ പാടില്ല എന്നുള്ളത്. കാരണം എന്താ പറയുക, അത് പിശാചിൻ്റെ ഒരു പ്രലോഭനമാണ്. പിശാച് അങ്ങനെ വരുന്നവർക്ക് ഭയങ്കര ഒരു ശക്തി കൊടുക്കും. എന്താ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിശ്വാസമാവും. ആൾ കയറി വരുമ്പോൾ തന്നെ രൂപത്തിൻ്റെ മുകളിൽ നിന്നൊരു സാധനം താഴത്തേക്ക് വീഴും, നിലത്തുകൊണ്ട് പൊട്ടിപ്പോവും, അതിൻ്റെ ഉള്ളിൽ നിന്നൊരു പല്ലിയോ അല്ലെങ്കിൽ ഒരു പാമ്പോ പഴുതാരയോ ഒക്കെ ഇറങ്ങിപ്പോവും. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവർ ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ആളിൽ അവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. അങ്ങനെ ഇയാളെപ്പറ്റി പറയാൻ വേണ്ടിയിട്ട് വികാരിച്ചൻ്റെ അടുത്ത് ചെല്ലും. അപ്പോൾ വികാരിച്ചും പറയും, ആളെ വരുത്തണ്ട, കാരണം എന്താ, ആളോട് എന്നെ ഒന്ന് കാണാൻ പറ. പക്ഷെ അത് അവർക്ക് ഇഷ്ടാവില്ല. കാരണം എന്താണ്, വികാരിയച്ഛനേക്കാളും ഭയങ്കര പവർഫുൾ ആ മനുഷ്യൻ, അത് അച്ഛൻ പോലും അല്ല. എന്നിട്ട് അത്രയും കൃപ അവിടെ ഒഴുകി വരുമ്പോൾ അത് ഈ വികാരിച്ചൻ സമ്മതിക്കാത്തത് വികാരിച്ചൻ അസൂയാണെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. ഞാനൊരു ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഞാൻ കോട്ടപ്പുറം രൂപതയിലെ അരിപ്പാലം തിരുഹൃദയ ദൈവാലയത്തിലാണ് സേവനം ചെയ്യുന്നത്. 2 മാസം മുമ്പ് എൻ്റെ അടുത്ത് ഒരു ചേച്ചി വന്നു. ചേച്ചി വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ വീടുകളിലൊക്കെ ഒരുപാട് അസ്വസ്ഥതയുണ്ട്. മുമ്പ് എൻ്റെ അമ്മ എവിടെ നിന്നോ എന്തോ ഒരു സാധനം വീടിൻ്റെ ഒരു സൈഡിൽ കൊണ്ട് കുഴിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ കിട്ടി. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ പോയി, അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് അച്ഛാ. പക്ഷേ ഈ ദിവസങ്ങളിലാണ് മനസ്സിലായത് ഇതൊക്കെ കുഴപ്പമാണ്, ഇത് തിരിച്ചെടുക്കാൻ പറ്റുന്നത് സഭയ്ക്ക് തന്നെയാണ്. അങ്ങനെ ഒരച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ പോയിട്ടുണ്ട് അച്ഛാ. എന്നിട്ട് ആ ചേച്ചി പറഞ്ഞു, ആ അച്ഛൻ ആരാണെന്ന് എൻ്റെ അടുത്ത് കൃത്യമായിട്ട് പറഞ്ഞില്ല. എന്നിട്ട് ആ ചേച്ചി പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ് വെച്ചാൽ, ആ അച്ഛൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അച്ഛൻ ഒരു കുരിശ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ കുരിശ് വികാരി അച്ഛനെ കൊണ്ടുപോയി ഏൽപ്പിക്കണം. വികാരി അച്ഛനോട് പറയണം, ഈ കുരിശ് ഇന്ന ആൾ തന്നതാണ്, അതുകൊണ്ട് ഈ കുരിശ് വീട്ടിൽ വയ്ക്കാനായിട്ട് ആഗ്രഹമുണ്ട്. വികാരി അച്ഛൻ ആ കുരിശോടുകൂടെ വീട്ടിലേക്ക് വന്നാൽ ആ കുരിശ് വീട്ടിൽ വയ്ക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറും. പക്ഷെ വികാരി അച്ഛൻ വരണം.
പ്രിയമുള്ളവരെ, ഞാനിത് വളരെ ആശ്ചര്യത്തോടെ ഇങ്ങനെ കേട്ട് നിൽക്കാറ്. ആ അച്ഛൻ്റെ പേരും സ്ഥലവും ഒന്നും പറയണ്ട എന്നുകൂടെ ഈ അച്ഛൻ ഈ ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇടവക വികാരി അച്ഛൻ വീട്ടിൽ വന്ന് വീട് വെഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന കൃപ അത് നിസ്സാരമല്ല. അതിൻ്റെ ഒരു 10% പോലും കൃപ വേറെ ആര് വന്ന് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ലഭിക്കത്തില്ലെന്നാണ് പറയുന്നത്. കാരണം വികാരി അച്ഛൻ എന്ന് പറയുന്നത് ഇടവകയിലേക്ക്, വികാരി എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ. വികാരി എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആർക്ക്? ബിഷപ്പിന് സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ബിഷപ്പ് ആരാണ്? ബിഷപ്പ് പാപ്പായുടെ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. പാപ്പ ആരാ? പാപ്പ ക്രിസ്തുവിൻ്റെ കാണപ്പെടുന്ന ഈ ലോകത്തിലെ തലവനാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ഇടവക വികാരി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പകരക്കാരൻ. അതുകൊണ്ട് ആ ക്രിസ്തുവാണ് വീട്ടിലേക്ക് വരുന്നത്. ആ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ പിന്നെ സംഭവിക്കുന്നത് വേറെ പലതുമാണ്. അതുകൊണ്ട് സഭയോട് ചേർന്ന് നിൽക്കണം എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാണ്. ആ ചിന്തയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പിശാച് വേറെ പല രീതിയിൽ ഇറങ്ങി പുറപ്പെടുക. കാരണം എന്താണ്? എൻ്റെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തു പിശാചിൻ്റെ മുമ്പിൽ ഇങ്ങനെ വിജയഭേരി മുഴക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പിശാച് ഇനി ഒരിക്കലും എന്നെ ആക്രമിക്കാൻ വരില്ല, അവൻ വേറെ വഴിക്ക് പോകുമെന്ന് വിചാരിക്കും. പക്ഷെ വേറെ വഴിക്ക് പോകത്തില്ല, അവൻ തരം മാറി കളിക്കും. അല്ലേ? പിശാച് തരം മാറി കളിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള നമ്മൾ അറിയാതെ ഒരാളുടെ തലയിൽ കൈവച്ച് പറഞ്ഞാൽ ആളപ്പം തന്നെ താഴേക്ക് വീഴുന്നു മാത്രമല്ല, ചിലപ്പോൾ ആൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടാവും, അത് മാറിക്കിട്ടുമെന്ന്. അപ്പം നമ്മൾ വിചാരിക്കും ഐ കൊള്ളാമല്ലോ ഇത്. കാരണം എന്താ? പിശാചിൻ്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നമ്മൾ നിന്നിരിക്കുക. പിശാച് തോറ്റേക്കാം. അതുകൊണ്ട് പിശാച് തന്നെ ഈ ഒരു അവസരം, ഈ ഒരു കൃപ പിശാച് കൊടുക്കും. കൃപ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു നെഗറ്റീവ് കൃപയാണ്. ആ കൃപ സ്വന്തമാക്കി കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിങ്ങനെ ഒരാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാനൊരു ആത്മായനാണോ, അച്ഛനാണോ, കന്യാസ്ത്രീയാണോ, ആര് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, അങ്ങനെ ഞാൻ ഒരാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരുടെ കുടുംബത്തിൽ ശക്തമായ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവ് എനിക്ക്, ഞാൻ എന്ന വ്യക്തിക്ക് ചെറിയൊരു അഹങ്കാരത്തിന് കാരണമാകുന്നുണ്ട് എങ്കിൽ അത് പിശാചിൻ്റെ കളിയാണ്. കാരണം എന്താ? വേറെ പല രീതിയിലും പരിശ്രമിച്ചു നോക്കി, നടക്കത്തില്ല. അതുകൊണ്ട് അവൻ പോസിറ്റീവാണ് എന്ന വ്യാജേന നെഗറ്റീവായി നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി പുറപ്പെടുക. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് നമ്മളിത് മനസ്സിൽ എപ്പോഴും ചിന്തിക്കണം. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനായി ദൈവത്തോട് ചേർന്ന് നിന്ന് പിശാചിനെതിരെ ശക്തമായി ഇങ്ങനെ ചെറുത്ത് നിൽക്കുമ്പോൾ അവൻ ഒരിക്കലും എന്നിൽ നിന്ന് ഓടി മറയത്തില്ല. മറിച്ച് അവൻ വേഷപ്രച്ഛന്നനായി തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് നീ നടത്തുന്ന ഓരോ പ്രാർത്ഥനകളിലും അത്ഭുതം ചെയ്യും. അത് നമ്മൾ വിചാരിക്കും പരിശുദ്ധാത്മാവാണെന്ന്. പരിശുദ്ധാത്മാവല്ല, ദുരാത്മാവാണ്. കാരണം അവൻ പഠിച്ച പണി 18 നോക്കും. അത്രക്ക് കള്ളനാവൻ. അതുകൊണ്ട് ആ ഒരു കള്ളത്തരം സ്വായത്തമാക്കിയിട്ടുള്ള അവൻ പല രീതിയിൽ നമുക്കെതിരെ ഇങ്ങനെ പിടിച്ചു നിൽക്കുമെന്നാണ് പറയാം. അങ്ങനെ പല രീതിയിൽ പിടിച്ചു നിന്ന് ഞാൻ ജീവിക്കുന്ന എൻ്റെ യാഥാർത്ഥ്യമായ ജീവിതത്തെ അത് ദൈവകൃപയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് എന്നിലൂടെ പല അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ഞാനെന്ന വ്യക്തിയെ സഭയിൽ നിന്നിങ്ങനെ മാറ്റി നിർത്തും. സഭയിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അവന് ആക്രമിക്കാൻ എളുപ്പമാണ്. സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, നമ്മൾ സഭയിലെ ഓരോ കാര്യങ്ങളും സഭ പറയുന്നതനുസരിച്ച് നാം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ സഭയുടെ ഈ 143 കോടിയോളം വരുന്ന ആളുകളുടെ വിശ്വാസത്തിലേക്ക് നാം ഇങ്ങനെ കെട്ടുപണഞ്ഞ് കിടക്കുക. അതുകൊണ്ട് അത് പിശാചിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവനെ ഒറ്റക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പല രീതിയിൽ നമ്മളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു വിശുദ്ധനല്ലേ പാദ്രിപിയോ. പാദ്രിപിയോയുടെ ചില കുർബാന നിങ്ങൾ ഇപ്പോഴും യൂട്യൂബിൽ ആ കുർബാനയുടെ ചെറിയ ചെറിയ പോർഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പാദ്രിപിയോ കുർബാന അർപ്പിക്കുമ്പോൾ ഇതുപോലുള്ള ഡിജിറ്റൽ മേഖലകളോ മാധ്യമങ്ങളോ ഒന്നുമില്ല. ഒരു പക്ഷേ നമ്മളിപ്പോൾ ഒരു കുർബാനയ്ക്ക് ഇങ്ങനെ ലൈവ് സ്ട്രീം ചെയ്ത് കഴിയുമ്പോൾ അത് എത്രയായി? 1K ആയി, 10K, 100K, അങ്ങനെ 1M, അതിങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ പാദ്രിപിയോയുടെ യഥാർത്ഥമായിട്ടുള്ള കുർബാനയുണ്ടല്ലോ, ആ കുർബാനയിൽ 40,000 പേരൊക്കെ ഒരുമിച്ച് വരുന്നവർ തലേ ദിവസം വന്നിട്ട് ആ പരിസരത്തൊക്കെ കിടന്നുറങ്ങും. എന്തിനാ? കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. കുർബാന എത്ര മണിക്കൂറാണെന്നറിയാം?
നമ്മളുടെ കുർബാന, ഞാനിപ്പോൾ ലത്തീൻ റീത്തിലാണ്, എൻ്റെ കുർബാന, ഞങ്ങളുടെ കുർബാന എന്ന് പറയുന്നത് ഒരു 25-30 മിനിറ്റ് കൊണ്ട് തീരും. അപ്പോൾ തൊട്ടടുത്ത് തന്നെ സിറിയൻ പള്ളികളൊക്കെ ഉണ്ട്. അപ്പോൾ ചിലർ ഇവിടേക്ക് വരും. അപ്പോൾ അവർ തമാശക്കാണോ ഗൗരവത്തിലാണോ അവർ പറയും, ഇത് പെട്ടെന്ന് തീരുമല്ല അച്ഛൻ, അതുകൊണ്ട് വന്നാണെന്ന് പറയും. പ്രിയമുള്ളവരെ, പദ്രപ്പിയയുടെ കുർബാനയുണ്ട്. അത് ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ എടുക്കുമെന്നാണ്. ചില സമയത്ത് അപ്പത്തിൽ നിന്ന് ക്രിസ്തുവിലേക്ക് വന്ന ഈ ക്രിസ്തുവിൻ്റെ ശരീരം എങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക. അത് 10, 20, 30, 40 മിനിറ്റൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ചുറ്റുമുള്ള ആൾക്കാരെ, ദൈവമേ ഇത് താഴത്തേക്ക് വെക്കല്ലേ, കുറച്ചു നേരവും കൂടി ഞങ്ങൾ ഇതിനെ നോക്കി നിൽക്കാനുള്ള കൃപ നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് ചുറ്റും നിൽക്കുക. ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ചുറ്റും നിൽക്കുക. ആളുകൾ ഇങ്ങനെ ഓരോ ദിവസം ചെല്ലും തോറും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പതിരപ്പിയോയ്ക്ക് പഞ്ചക്ഷതങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ പഞ്ചക്ഷതങ്ങളൊക്കെ കാണാനും അങ്ങനെ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാനും ബലിയുടെ അനുഭവം സ്വന്തമാക്കാനും ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടിയപ്പോൾ ഒരു ദിവസം ഈ പതിരപ്പിയോയുടെ ആശ്രമത്തിലെ ആശ്രമ ശ്രേഷ്ഠൻ പതിരപ്പിയോയോട് പറഞ്ഞു. അത് മറ്റുള്ളവരൊക്കെ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം, എന്തായാലും ചരിത്രത്തിൽ സംഭവിച്ചൊരു കാര്യം. പതിരപ്പിയോയോട് പറഞ്ഞു, പതിരപ്പിയോ അച്ഛാ, നാളെ മുതൽ കുർബാന പൊതുവായിട്ട് ചൊല്ലണ്ട, വ്യക്തിപരമായിട്ട് ചൊല്ലിയാൽ മതി. പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിക്കണം, 10,000-കണക്കിന് ആളുകൾ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുന്ന ആ ഒരു സമയം, ഒരു സുപ്രഭാതത്തിൽ അവരുടെ സുപ്പീരിയർ ജനറൽ പതിരപ്പിയോയെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ മുതൽ പൊതു കുർബാന വേണ്ട, ഒറ്റയ്ക്ക് കുർബാനയില്ല. പിറ്റേ ദിവസം രാവിലെ പതിരപ്പിയോ ബലിയർപ്പിച്ചത് തൻ്റെ സുപ്പീരിയർ ജനറൽ പറഞ്ഞതനുസരിച്ച് വ്യക്തിപരമായ ചാപ്പലിൽ ഒറ്റയ്ക്ക് ബലിയർപ്പിച്ചു. ആളുകൾ പതിരപ്പിയോ അന്വേഷിച്ചു വന്നു. അവിടെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, പതിരപ്പിയോ ഇവിടെയില്ല, കുർബാനയൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. ദിവസങ്ങളോളം ആളുകൾ ഈ പതിരപ്പിയോയെ അന്വേഷിച്ച് നടന്നു. പതിരപ്പിയോ പുറത്ത് പ്രത്യക്ഷപ്പെട്ടില്ല. പതിരപ്പിയോ ആ ആശ്രമ ശ്രേഷ്ഠൻ പറഞ്ഞതനുസരിച്ച് വ്യക്തിപരമായ ചാപ്പലിൽ പ്രാർത്ഥനയും പരിത്യാഗവും ബലിയുമായി കഴിച്ചുകൂട്ടി. പ്രിയമുള്ളവരെ, ആ ഒരു ചിന്ത ഇവിടെ നിർത്തിയിട്ട് ഈ ഒരു കാലഘട്ടത്തെ പറ്റി ഒന്ന് ചിന്തിക്കും. പ്രിയമുള്ളവരെ, ഞാൻ അർപ്പിക്കുന്ന ഒരു ബലിയിൽ ഒരാളല്ല, രണ്ടാളല്ല, 40,000 ആളുകൾ പങ്കെടുക്കുന്നുണ്ട് എന്ന് വിചാരിക്കും. ഞാൻ ഈ ഡയസച്ചൻ അർപ്പിക്കുന്ന ബലിയിൽ ഒരു ദിവസം എന്നെ അംബ്രോസ് പിതാവ് വിളിച്ചിട്ട് പറയാം, ഡയസേ, ഇനി വ്യക്തിപരമായ ബലി മാത്രം അർപ്പിച്ചാൽ മതി, നീ പൊതുവായി പള്ളിയിൽ കുർബാന ചെല്ലണ്ട. കാരണം എന്തുവേണമെങ്കിലും ആയിക്കോട്ടെ. പ്രിയമുള്ളവരെ, പെട്ടെന്ന് ഭൗതികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം, ഒറ്റ വിളി വിളിച്ചാൽ 40,000 പേര് എൻ്റെ കൂടെ ഉണ്ട്, അതെനിക്ക് ഉറപ്പാണ്. 40,000 പേര് ബലിയർപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ അതിനോളം തന്നെ ആളുകൾ പുറത്ത് എനിക്ക് അനുകൂലിച്ചുകൊണ്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാനൊരു പത്രപ്രസ്താവനയോ അല്ലെങ്കിൽ ഒരു പ്രസ് ക്ലബ്ബോ വിളിച്ചു കൂട്ടിയിട്ട് വേറൊരു സഭ ഞാൻ ആരംഭിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കാൻ അത്ര ആളുകളുണ്ടാവും. പക്ഷേ പാദ്രപ്പിയോ ചെയ്ത ഒരു പ്രവൃത്തി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, തൻ്റെ അധികാരി എന്താണോ പറഞ്ഞത് അത് അതേപടി, അതിൽ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്നൊന്നും അന്വേഷിക്കുന്നില്ല. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തെ ചെറിയൊരു ചാപ്പലിലേക്ക് ഈ പാദ്രപ്പിയോ ഒതുക്കുക. പിന്നീട് ഏതാണ്ട് 2-3 മാസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി പുറത്ത് വെളിപ്പെടുകയും ഈ ആശ്രമ ശ്രേഷ്ഠൻ വീണ്ടും അനുവാദം കൊടുക്കുകയും പിന്നെ അനേകായിരം ആളുകൾ ഈ ബലിയിലേക്ക് വരികയും ചെയ്തു എന്നത് മറ്റൊരു പശ്ചാത്തലം. പക്ഷേ സഭയോട് ചേർന്ന് നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സഭയോട് ചേർന്ന് നിന്നില്ലെങ്കിൽ നിൻ്റെ ജീവിതം അടിമുടി നാശത്തിലേക്ക് വീഴും എന്ന വലിയൊരു പ്രഖ്യാപനമാണ് പാദ്രപ്പിയോ നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, വ്യക്തി ജീവിതത്തിൽ ഇത് പലപ്പോഴും സംഭവിക്കും. നമ്മൾ സഭയോട് ചേർന്ന് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നും. അത് തോന്നിപ്പിക്കുന്നതാണ് ആര്? പിശാച്. അങ്ങനെ ചില സമയത്ത് നമ്മളിങ്ങനെ മാറി നിൽക്കും അല്ലേ? ചില സമയത്ത് നമ്മളിങ്ങനെ മാറി നിൽക്കും. അപ്പോൾ കുറച്ച് നാൾ തലേക്ക് ചോദിച്ച് നോക്കുമ്പോൾ ആളുകൾ മറിഞ്ഞു വീഴുന്നു, ക്യാൻസർ മാറുന്നു, രോഗങ്ങളൊക്കെ മാറുന്നു. അങ്ങനെ ഞാനൊരാൾ ദൈവമായി ഞാൻ പോലും അറിയാതെ ഇങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടിരുന്നാൽ ആ വളർച്ച സഭയോട് ചേർന്നല്ല, ഒറ്റയ്ക്ക്. ആ സമയത്ത് ഇവൻ്റെ കൂടെ ആരുമില്ല എന്ന് പിശാച് ഉറപ്പ് വരുത്തി പിന്നീട് അവൻ നമ്മുടെ ഉച്ചിക്കടിക്കും. അവിടെ വീണിട്ട് എഴുന്നേൽക്കുക ഇച്ചിരി ബുദ്ധിമുട്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല കുമ്പസാരം നടത്തി
പിശാചിനെതിരെ ശക്തമായിട്ടുള്ളൊരു ആയുധമായി ഞാൻ തന്നെ മാറുമ്പോൾ പിശാച് നമ്മിൽ നിന്ന് ഓടിപ്പോകത്തില്ല, മറിച്ച് പിശാച് രൂപമാറ്റം വരുത്തി നമ്മളുടെ കൂടെ, അത് കൃപയാണെന്ന ഭാവേന അവൻ വീണ്ടും കൂടെ കൂടും. അങ്ങനെ നമ്മെ കൃപയിൽ നിന്നിങ്ങനെ മാറ്റി നിർത്തി നമ്മളെ നാശത്തിലേക്ക് അവൻ നിപതിപ്പിക്കും. അത് അവൻ്റെ ഒരു കുടില തന്ത്രമാണ്. ആ തന്ത്രം തിരിച്ചറിഞ്ഞ് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അങ്ങനെ പോകാൻ സാധിക്കുമ്പോൾ സ്വാഭാവികമാണ് ചില സമയത്ത് നമ്മളിങ്ങനെ പെട്ടുപോകുമെന്നേ. അങ്ങനെ പെട്ടുപോയി കഴിയുമ്പോൾ നമ്മൾക്ക് ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് കർത്താവിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. കർത്താവിലേക്ക് തിരിച്ചു വരാനായിട്ട് നാം തീരുമാനിക്കുമ്പോൾ കർത്താവ് നമ്മളെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മളെ സ്വന്തമാക്കിയിട്ട് പറയും, എത്ര നാളായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ വ്യക്തിപരമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അത്ര പെട്ടെന്നൊന്നും കർത്താവ് എടുക്കത്തില്ല. അത്ര പെട്ടെന്ന് എടുക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം കുറേ നാൾ ഇവൻ എൻ്റെ കൂടെ നിന്നു, അതിനുശേഷം ഇവൻ പിശാച് കാണിച്ച വഴിയിലൂടെ നടന്നുപോയി. പിശാച് കാണിച്ച വഴിയിലൂടെ നടന്നു പോയ ഇവനെ വീണ്ടും തിരിച്ചു വരുമ്പോൾ ഞാൻ അതേപടി സ്വീകരിക്കോ എന്നത് ദൈവത്തിന് ചില വ്യക്തിപരമായ ചില തീരുമാനങ്ങളുണ്ട്. ദൈവം ചിലപ്പോൾ നമ്മളിങ്ങനെ പരീക്ഷിക്കുമെന്ന് പറയും. ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, അവൻ പരീക്ഷിക്കുക, അവൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് അവൻ നമ്മളെ പരീക്ഷിക്കുക എന്നുള്ളത്. അതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം ഞാൻ പറയുന്നത് അതെൻ്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടൊരു കാര്യം. ഒരു ദിവസം എൻ്റെ ഗോതിരത്ത് പള്ളിയിൽ കുർബാന കഴിഞ്ഞിങ്ങനെ പുറത്ത് നിന്നപ്പോൾ നമ്മളുടെ അടുത്തേക്ക് ഒരു എന്നോളം പ്രായമുള്ള ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡാ സുഖമാണെന്ന് ചോദിച്ചു. ഡാന്ന് വിളിച്ചപ്പോൾ നമുക്ക് അത്ര ആണ്ട് ദഹിച്ചില്ല, കാരണം ഞാൻ ഉടുപ്പൊക്കെ ഇട്ട് കുർബാനയെ കഴിഞ്ഞ് അവിടെ നിൽക്കുക. അങ്ങനെ ഡാന്ന് വിളിച്ചത് എനിക്ക് ദഹിച്ചില്ല, എങ്കിലും ഞാൻ അവനിങ്ങനെ സൂക്ഷിച്ച് നോക്കി. അപ്പോൾ അവൻ പറഞ്ഞു, ഇവിടെ ഡയസ നിനക്ക് എന്നെ മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പോഴും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ ഞാൻ നിൻ്റെ കൂടെ പഠിച്ച. അപ്പോൾ അവനവനെ തന്നെ പരിചയപ്പെടുത്തിയപ്പോൾ 1 മുതൽ 4 വരെ ഒരുമിച്ച് പഠിച്ച. അപ്പോൾ അവനുമായിട്ട് ഞാൻ കുറച്ച് നേരം സംസാരിച്ചു. പക്ഷേ കുറച്ചധികം സംസാരിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഉടനെ ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് എനിക്ക് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, എടാ ഞാൻ ഇന്ന് ഇത്തിരി തിരക്കാണ്, ഞാൻ പോവാണ്, നാളെ അതായത് അടുത്ത ഞായറാഴ്ച ഞാൻ ഈ കുർബാനക്ക് വരാം, കുർബാന കഴിഞ്ഞിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാം, ഞാൻ വീട്ടിലേക്കും വരാമെന്ന്. അപ്പോൾ അവൻ എടുത്ത വഴിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, ഡാശേ ഞാനിപ്പോൾ പള്ളിയിലൊന്നും പോകാറില്ലടാന്ന്. അതെനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം നല്ല ദൈവഭയമുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ അവനതിന് ഒരു വിശദീകരണം നൽകിയത് എങ്ങനെയാണ്, എനിക്ക് നല്ലൊരു ഭാര്യയുണ്ട്, നല്ല സുന്ദരിയാണ്, എനിക്ക് നല്ല 2 മക്കളുണ്ട്, നല്ല സാമ്പത്തിക അവസ്ഥയുണ്ട്, നല്ല ശമ്പളമുണ്ട്, പിന്നെ ഞാൻ എന്തിനാടാ പള്ളിയിൽ വന്നെ. അപ്പോൾ പെട്ടെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു, ഇതൊക്കെ ഇല്ലാത്തവർക്കുള്ളൊരു സാധനമാണോ പള്ളിയെന്ന് ചിന്തിച്ചു. എന്നിട്ട് അവൻ പറഞ്ഞു, ഞാൻ അതുകൊണ്ട് പള്ളിയിൽ പോയിട്ട് കാലം കുറച്ചായി, അവളും പോകാറില്ല, അവൾ പോകാനൊക്കെ ചോദിക്കും, ഞാൻ അങ്ങനെ അനുവദിക്കാറൊന്നുമില്ല, മക്കളെയൊന്നും വിടാറൊന്നുമില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, 1 മുതൽ 4 വരെ അത്രയും ക്ലോസ് ആയിട്ട് ഞങ്ങൾ ജീവിച്ചതുകൊണ്ട് ഞാൻ അവനോട് ശാഠ്യം പിടിച്ച് പറഞ്ഞു, നീ വരാതിരിക്കെ അതൊന്നും എനിക്കൊരു വിഷയമല്ല, അടുത്ത ഞായറാഴ്ച നീ ഞായറാഴ്ച പള്ളിയിൽ വരണം, വീട്ടുകാരെയും കൊണ്ടുവരണം. അതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, ഒരു അച്ഛൻ്റെ ഒരു യാചനയായിട്ട് നീ അത് കണക്കിലെടുത്ത്, ഒരു പഴയകാല സുഹൃത്തിൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് നീ വരണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഓക്കെ, വിശ്വാസം ഉണ്ടായിട്ടല്ല, നീ പറഞ്ഞതുകൊണ്ട് ഞാൻ വരാമെന്ന്. പിറ്റേ ആഴ്ച വൈകുന്നേരം ആയപ്പോൾ ഒരു ഫോൺ വന്നു. ഞാൻ ഫോൺ എടുത്തു. ആ ഫോൺ എടുത്തിട്ട് മറുതലക്കിൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദമാണ്. ആ സ്ത്രീ ശബ്ദം വേറെ ഒന്നുമല്ല, നമ്മളുടെ കൂട്ടുകാരനാണ്, അതായത് കൂട്ടുകാരൻ്റെ ഭാര്യ. ആ കൂട്ടുകാരൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ ഇന്നയാളുടെ ഭാര്യയാണ്, കഴിഞ്ഞ ഞായറാഴ്ച അച്ഛൻ പരിചയപ്പെട്ടില്ല പള്ളിയിൽ വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ മോളെ, പെട്ടുപോയി, ഞാൻ മറന്നുപോയി രാവിലെ അവനെ കാണാനായിട്ട് വരാനായിട്ട്. അപ്പോൾ ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ചേട്ടൻ ആശുപത്രിയിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തു പറ്റി? രാവിലെ പള്ളിയിൽ വന്നാണ് അച്ഛാ. പള്ളിയിൽ വന്നിട്ട് പള്ളിയിൽ വന്ന് ഇളയ കൊച്ചിനോട്, ഇളയ കുട്ടിയുമായി സെബസ്റ്റ്യാനോസിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുമ്പിൽ കുറച്ചു നേരം പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ സ്റ്റെയർ കേസിൻ്റെ അടുത്ത്, സ്റ്റെപ്പിൻ്റെ അടുത്ത് ഒരു ചവിട്ടി കിടക്കുന്നുണ്ടായിരുന്നു. ആ ചവിട്ടിയിൽ തട്ടി ചേട്ടനും കൊച്ചും കൊണ്ട് താഴേക്ക് വീണു. കൊച്ചിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി കൊച്ചിനെ ഇങ്ങനെ സംരക്ഷിച്ചതാണ്. കൈക്ക് ഒരു 6 സ്റ്റിച്ചുണ്ട്, കാല് ഒടിഞ്ഞിട്ടുണ്ട്. ചേച്ചി ഫോൺ വെച്ചു. ഫോൺ വയ്ക്കുന്നതിന് മുമ്പ് പറഞ്ഞു, അച്ഛൻ ഒന്ന് വന്ന് കണ്ടേക്കണം. പ്രിയമുള്ളവർ, എൻ്റെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കെ. വീട്ടിൽ സ്വസ്ഥമായി ജീവിച്ചിരുന്നവനെ പള്ളി കൊണ്ടുവന്ന് തള്ളിയിട്ട് ആശുപത്രിയിലിട്ടേക്കാണ്. അവനെ കാണാൻ വേണ്ടിയിട്ട് എന്നോട് അവൻ്റെ ഭാര്യ പറഞ്ഞിരിക്കുക. പോകാതിരിക്കാൻ പറ്റത്തില്ല, അങ്ങനെ പോകാൻ തീരുമാനിച്ചു.
അങ്ങനെ രണ്ടും കൽപ്പിച്ച് പോയപ്പോൾ എൻ്റെ ഉള്ളിൽ ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, എൻ്റെ പൊന്നു കർത്താവേ, അവൻ്റെ കൂടെ ആരും ഉണ്ടായേക്കല്ലേ. കാരണം എന്താ, അവൻ എന്തായാലും സുഹൃദേവോ ഒരിക്കലോ പറയാൻ പോകണമെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ വളരെ സ്വസ്ഥമായി അവൻ്റെ അടുത്ത് തുറന്നു നോക്കിയപ്പോൾ പ്രാർത്ഥന കേട്ടു, ആരുമില്ല. അന്നേരം എനിക്ക് സങ്കടം വന്നിട്ടോ. എന്താണ് കാരണം, കൈ ഇങ്ങനെ സ്ലിങ്ങിലിട്ടേക്കാം, കാലും കിടക്കാം. വെറുതെ സ്വസ്ഥമായിട്ടിരുന്നവൻ്റെ ഒരവസ്ഥ ആലോചിച്ചപ്പോൾ ഞാനിങ്ങനെ ഉള്ളിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കൈക്കും കാലിനും ബുദ്ധിമുട്ടുള്ള ഭാഗത്താണ് ഞാൻ നിന്നത്. കാരണം മറുകാലും മറുകൈയും ആരോഗ്യമാണ്. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറായി. ഞാൻ കുറച്ചു നേരം നിന്നു, ഒരു അരമണിക്കൂർ നിന്നു. പെട്ടെന്ന് അതിന് കുരിശിൻ്റെ വഴിയിലെ ഒരു വചനം ആണ് എനിക്ക് മനസ്സിലേക്ക് ഓർമ്മ വന്നത്. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ, അമ്മയും മകനും സംസാരിക്കുന്നില്ല. കുറച്ചു നേരം ഞങ്ങൾ സംസാരിക്കാതെ നിന്നു. എഴുന്നേറ്റിട്ട് പറഞ്ഞു, മോനെ ഞാൻ പോകുന്നു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം എന്നെ രൂക്ഷമായിട്ട് നോക്കി. പറഞ്ഞു, ഇല്ല ഞാൻ പിന്നീട് സ്വസ്ഥമായിട്ട് മേടെ പോയി പ്രാർത്ഥിച്ചോളാം. അതുകൊണ്ട് ഇറങ്ങി വാച്ച് നോക്കിയപ്പോൾ 1 മിനിറ്റ് ആയിട്ടുള്ളൂ. എനിക്കത് അരമണിക്കൂർ പോലെ തോന്നിയതാണ്. അങ്ങനെ ഞാൻ എൻ്റെ പള്ളി മേടയിലേക്ക് വന്ന വഴി ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ പൊന്നു കർത്താവേ, പറ്റുമെങ്കിൽ ഒന്ന് ഇടപെട്ട് അവനൊന്ന് നന്നാക്ക്. എനിക്കിതീ കൂടുതലൊന്നും ചെയ്യാനില്ല. അവനൊരിക്കലും ഞാൻ പറഞ്ഞാൽ കേൾക്കത്തുമില്ല. പ്രിയമുള്ളവരെ, 6 മാസം കഴിഞ്ഞപ്പോൾ ഇവനെന്നെ കാണാൻ വന്നു. അവൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു ബേക്കറിയുടെ കവറുണ്ട്. അപ്പോൾ മനസ്സിലായി ഉള്ളിൽ മധുരമാണ്. അതുകൊണ്ട് ദേഷ്യപ്പെടാൻ വന്നേക്കണമല്ല, എന്തെങ്കിലും കുഴപ്പമില്ല, സന്തോഷത്തിലാണ് വന്നേക്കണത്. എങ്കിലും എനിക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. എൻ്റെ മുമ്പിൽ നിന്നിട്ട് ആദ്യം പറഞ്ഞ ഡയലോഗ്, ഡയസജ. അപ്പോൾ തന്നെ ഞാൻ കിടുങ്ങിപ്പോയി. കഴിഞ്ഞ ആഴ്ച 6 മാസം മുമ്പ് എടാന്ന് വിളിച്ചവൻ അച്ഛാന്ന് വിളിക്കാം. വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകണം. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, നീ എന്നെ കളിയാക്കുകയാണോ? അല്ലെങ്കിൽ ഇല്ല അച്ഛാ, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു. കാരണം കൊട്ടപ്പുറം മെഡിക്കെയർ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ 2 കാര്യങ്ങൾ ഈശോ എന്നെ കാണിച്ചു. ഒന്ന്, മൂത്തുകുന്നം അമ്പലത്തിൽ ഉത്സവമായിരുന്നു. ആ ഉത്സവത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള വഴിയിൽ ഒരുപാട് തിരക്കുള്ളത് വളരെ സ്ലോവിലാണ് ഞങ്ങളുടെ കാറ് പോയത്. അങ്ങനെ കാറ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു കാഴ്ച ദൈവം കാണിച്ചു തന്നു. ഒരു ചട്ടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്മ വരിക, കുട്ടി കൂടെയുണ്ട്. ചട്ടി എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ മുട്ടി നോക്കിയിട്ട് ഒരു ചട്ടി കുട്ടിക്ക് കൊടുത്തു, കാശും കൊടുത്തു. കുട്ടിയും ചട്ടിയുമായിട്ട് അമ്മ ഇങ്ങനെ നടന്നു പോകാം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്തിനാണ്? വെയിറ്റ് ചെയ്യ്, ഒരു കാര്യം കൂടിയുണ്ട്. എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് സ്വർണ്ണപ്പണ്ടപ്പണയത്തിന് മേൽ പണം കടം കൊടുക്കുന്നൊരു സ്ഥലമില്ല. ആ സ്ഥലത്ത് വേറൊരു കാര്യം കൂടെ ദൈവം എന്നെ കാണിച്ചു. അത് വേറെ ഒന്നുമല്ല, ഒരു മോതിരം ഒരാൾ പണയത്തിന് കൊണ്ടുപോകാം. മോതിരം ഇങ്ങനെ ഉരച്ച് നോക്കിയിട്ട് ആ മോതിരം നല്ലതാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് കാശ് അവന് തിരിച്ചു കൊടുത്തു. ഈ 2 സംഭവവും എനിക്ക് ദൈവം കാണിച്ചു തന്നതാണ്. നേരത്തെയും സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അന്ന് എന്നെ ദൈവം കാണിച്ചതാണ്. ആ കാണിച്ച സംഭവം എനിക്ക് ദൈവം നൽകിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മോതിരത്തിന്, ഈ ചട്ടിക്ക് ജീവനുണ്ടായിരുന്നെങ്കിൽ പ്രാണം പോകുന്ന ഒരു അനുഭവമായിരുന്നു. ഇത് ഉരച്ചു നോക്കിയതും ഇത് മുട്ടി നോക്കിയതും ദേഷ്യം ഉണ്ടായിട്ടല്ല, മറിച്ച് അത് നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതേപോലെ കുറേ നാൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാതിരുന്ന ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് വീണ്ടും തിരിച്ചു വന്നപ്പോൾ ഒന്ന് തട്ടിയും ഒന്ന് ഉരച്ചും നോക്കിയതാണ്. ഞാൻ നല്ലതാണോ എന്നറിയാൻ, നല്ലതാണ് എന്ന് ചിന്തിക്കേണ്ടത്, നല്ലതാണ് എന്ന് തെളിയിക്കേണ്ടത് എൻ്റെ കടമയാണ്. കർത്താവ് പരീക്ഷിക്കും, പക്ഷേ തോൽക്കണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് അച്ഛൻ. അതുകൊണ്ട് ഞാൻ തോക്കാൻ തീരുമാനിച്ചിട്ടില്ല, ഞാൻ കർത്താവിൻ്റെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതിൽ സുന്ദരമായിട്ടുള്ള വേറൊരു ഉപമയില്ല ഇതിനോട്. അതുകൊണ്ട് കർത്താവ് നമ്മളെ ഈ ഒരു പൈശാചികമായ പ്രലോഭനത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ കർത്താവ് പരീക്ഷിക്കും. കർത്താവ് പരീക്ഷിക്കുന്നത് തോൽപ്പിക്കാനല്ല കേട്ടോ, തോക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അതുകൊണ്ട് തോൽക്കില്ല എന്നൊരു തീരുമാനത്തോടു കൂടെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ആ കൃപയോടു കൂടെ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മോഹങ്ങൾ തിരി തെളിച്ചു, കരുണ തന്നൾ താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കാറ്റിൽ കേടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കാറ്റിൽ കിടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ.
മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കാറ്റിൽ കേടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കാറ്റിൽ കേടാതെ നീ കാത്തുകൊള്ളേണമേ, കാറ്റിനെ ശാസിച്ച തമ്പുരാനേ. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. കരുണ തൻ അൾത്താരയിൽ എൻ്റെ മോഹങ്ങൾ തിരി തെളിച്ചു. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കത്തോലിക്ക സഭയോട് ചേർന്ന് നിൽക്കാൻ, സഭയുടെ ജന്മദിനത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സഭയിലെ ഓരോ മക്കളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്നല്ലേ സഭ ഇന്ന് കാണുന്ന പ്രൗഢിയിലേക്ക് എത്തിച്ചേർന്നത്. ആദ്യത്തെ പ്രസംഗത്തിൽ വെറും 3000 ആളുകളാണ് സഭയോട് ചേർന്നത്. ഇന്നത് കോടിക്കണക്കിന് ആളുകളായി രൂപമാറ്റം സംഭവിച്ചപ്പോൾ നമുക്ക് നൽകുന്ന വലിയ ഒരു പ്രചോദനം, ഈ സഭ നിയന്ത്രിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ജെറമിയ പ്രവാചകനെ ദൈവമായ കർത്താവിങ്ങനെ തെരഞ്ഞെടുക്കുമ്പോൾ പ്രവാചകൻ പറയുന്ന ഒരു വാചകമുണ്ട്: കർത്താവേ, ഞാൻ വെറും ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ലെന്ന്. ദൈവമായ കർത്താവ് അവനോട് പറയുന്നുണ്ട്, വെറും ബാലനാണെന്ന് നീ പറയണ്ട. ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചത്, മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എനിക്ക് നിന്നെ അറിയാം. നാം വിചാരിക്കും അത് ജെറമിയ പ്രവാചകനോട് മാത്രം പറഞ്ഞ ദൈവവചനങ്ങളാണ്. അല്ല, നമ്മോട് ഓരോരുത്തരോടും ദൈവമായ കർത്താവ് അനുദിനം പറയുന്ന പരമമായൊരു സത്യമാണ്. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എന്നെ ദൈവത്തിനറിയാം. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ അവിടെ തന്നെ വിശുദ്ധീകരിച്ചതാണെന്നേ. അതുകൊണ്ട് ഞാൻ ഈ ലോകത്ത് വന്നതും ഞാൻ ഈ ലോകത്തിലൂടെ അനുദിനം മുന്നോട്ട് കടന്നു പോകുന്നതും അത് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിലൂടെയാണെന്ന് നാം തിരിച്ചറിയണം. അതേ പ്രിയമുള്ളവരെ, സഭയെ വളർത്തി വലുതാക്കിയ, എന്നെ കൈപിടിച്ചിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ദൈവത്തിന് നന്ദി പറയാതെ നമുക്കെങ്ങനെയാ ജീവിക്കാൻ പറ്റുക? ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് എന്നെ ഇതുവരെ നീ കൊണ്ടു നടന്നില്ലേ? എൻ്റെ വേദനകളും വല്ലായ്മകളും തിരിച്ചറിഞ്ഞ് ആ നെഞ്ചോട് ചേർന്ന് കിടക്കാൻ നീ എന്നെ അനുവദിച്ചില്ലേ? ഇത്ര നല്ല ദൈവത്തോട് ഞാൻ എങ്ങനെയാ നന്ദി പറയാം? ഒറ്റ നന്ദി പ്രകടനമേ അവൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവൻ പറയുന്നത് ഇത്ര മാത്രം: നിന്റെ ജീവിതത്തെ എനിക്കൊരു കാഴ്ചയായി നീ സമർപ്പിക്കും. അതെ പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തെ എൻ്റെ ഈശോയ്ക്ക് ഞാനിതാ ഒരു കാഴ്ചയായി സമർപ്പിക്കുന്നു എന്ന ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആലപിച്ച് അവിടുത്തെ ആരാധിക്കാം.
ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്ത് ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ അവൻ തൻ്റെ ശരീരത്തിൽ കൊണ്ടു നടന്നത് കർത്താവിൻ്റെ തിരുമുറിവുകളായിരുന്നു. പ്രിയമുള്ളവരെ, തിരുമുറിവുകൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ സന്തോഷം തോന്നാറുണ്ട്. അതെൻ്റെ ശരീരത്തിൽ വന്നിരുന്നു എങ്കിൽ എന്ന് ചിലപ്പോഴെങ്കിലും നാം ആഗ്രഹിച്ചിട്ടുണ്ടാകും. പക്ഷെ ഒരു കാര്യം മറക്കരുത്, മുറിവ് വന്നാൽ മരുന്ന് വെച്ച് കെട്ടി സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അങ്ങനെയുള്ള നാം ക്രിസ്തുവിൻ്റെ മുറിവിനെ ഈ ഫ്രാൻസിസ് അസീസിയെ പോലെ പാദ്രി പിയോയെ പോലെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ അത് ഉണങ്ങാത്ത മുറിവാണ്. തൻ്റെ ശരീരത്തിൻ്റെ തിരുമുറിവുകളിലൂടെ ഫ്രാൻസിസ് അസീസി തീവ്ര വേദന അനുഭവിച്ചപ്പോൾ ഫ്രാൻസിസ് അസീസി ഒരിക്കൽ കുരിശിൻ്റെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞു, എൻ്റെ പൊന്നു കർത്താവേ, എന്നെക്കൊണ്ട് പറ്റണില്ല. അങ്ങനെ ഒരുപാട് പരാതികളും ആകുലതകളും സങ്കടങ്ങളും ഒക്കെ കുരിശിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവൻ ഉറങ്ങാൻ പോയി. ഉറക്കത്തിൽ അവനൊരു ദർശനമുണ്ടായി. ആ ദർശനമാണ് നാം പല പള്ളികളിലും നമ്മുടെ വീടുകളിലുമൊക്കെ സ്ഥാപിച്ചിട്ടുള്ള കുരിശിനോട് ചേർന്ന് നിൽക്കുന്ന ഫ്രാൻസിസ് അസീസിയുടെ ഛായാചിത്രം. ആ ഛായാചിത്രത്തിൻ്റെ പിന്നിലെ ഒരു ദൈവാനുഭവ വെളിപ്പെടുത്തൽ ഇങ്ങനെയായിരുന്നു. ഫ്രാൻസിസ് ഇങ്ങനെ പരാതി പറഞ്ഞ് ഉറങ്ങാൻ പോയപ്പോൾ അന്ന് ഉറക്കത്തിൽ ക്രൂശിതൻ ഫ്രാൻസിസിൻ്റെ അടുക്കലെത്തി. എന്നിട്ട് ഫ്രാൻസിസ് ഈശോയുടെ കുരിശിനെ നോക്കി വീണ്ടും ഇതേ പരാതി ആവർത്തിക്കുന്നതായി അവൻ തിരിച്ചറിഞ്ഞു. ഫ്രാൻസിസ് പറയാണ്, ഈശോയെ, എന്നെ കൊണ്ട് പറ്റണില്ല ഈശോയെ, ഇത്രമാത്രം വേദന നീ അനുഭവിച്ചു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇനി ഈ വേദന തുടർന്നു കൊണ്ട് പോകാൻ എന്നെ കൊണ്ട് ആവും എന്ന് എനിക്ക് തോന്നണില്ല. ആ സമയത്ത് കുരിശിൽ കിടന്ന ഈശോ തൻ്റെ വലത് കൈ കുരിശിൽ നിന്നിങ്ങനെ പറിച്ചെടുക്കുക. അപ്പോൾ അവൻ അനുഭവിച്ച വേദനയുണ്ട്, അത് അതിതീവ്രമാണ് എന്ന് പറയാതെ തന്നെ നമുക്ക് കൃത്യമാണ്. എന്നിട്ട് ഈ ഫ്രാൻസിസ് അസീസിയെ ഇങ്ങോട്ട് നെഞ്ചോട് ചേർത്ത് നിർത്തി, തൻ്റെ പിളർക്കപ്പെട്ട ചങ്കോട് ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് അസീസിയോട് പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് അസീസി, നീ വിചാരിക്കുന്നത് ഈ വേദന നീ മാത്രമാണ് സഹിക്കുന്നത്. നീയല്ല, നമ്മൾ ഒരുമിച്ച സഹിക്കുന്നത്. നീയാണ് ഈ വേദന സഹിക്കുന്നത് എന്ന് നീ എന്ന് ചിന്തിക്കുന്നുവോ അന്ന് നിനക്കിത് ഉൾക്കൊള്ളാൻ പറ്റില്ല. മറിച്ച് ചിന്ത മാറ്റണം. നീ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാണ്
ഈ വേദന സഹിക്കുന്നത് എന്നൊരു ചിന്തയിലേക്ക് നീ വളർന്ന, തീർച്ചയായും നീ അനുഭവിക്കാൻ പോകുന്നത് സ്വർഗീയമായ ഒരാനന്ദമായിരിക്കും. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതത്തിലെ ഈ വേദനയുടെ മുറിവിനെ, അത് കർത്താവ് തൻ്റെ ശരീരത്തിൽ തന്നോടൊപ്പം വസിക്കുന്നതാണ് എന്ന തിരിച്ചറിവോടുകൂടെ പിന്നീട് ജീവിതം അങ്ങോട്ട് ആസ്വദിച്ചു എന്നാണ് പറയുന്നത്. ഇന്നലകൾ തന്ന വേദനകൾ നിന്റെ സ്നേഹമാണെന്ന് എൻ്റെ പൊന്നീശോയെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. നിൻ സ്വന്തമാകുവാൻ, മാറോട് ചേർക്കുവാൻ എന്നെ നീ ഒരുക്കുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. എൻ്റെ ഈശോയെ, എന്നോട് നീ ക്ഷമിക്കണമേ എന്ന് ഹൃദയത്തിൽ ഒരു ഗദ്ഗതത്തോടെ തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ആ കുരിശിനെ ഇങ്ങനെ മാറോട് ചേർത്ത് നിർത്തി ആസ്വദിക്കുന്ന ഫ്രാൻസിസ് അസീസിയുടെ ആ ചിത്രം നമ്മുടെ ഒക്കെ ജീവിതത്തിന് വലിയ പ്രതീക്ഷയാണ്, വലിയ പ്രത്യാശയാണ്. ഇന്നലകളെ, വേദനകളെ നിന്റെ സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തിലേക്ക് ചാരി നിൽക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അവിടുത്തെ ആരാധിച്ച് ആലപിക്കാം. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ, മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ, മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹം എത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഗാഗുൽത്തായിലെ വെരിമാറിൽ കുരിശിൽ തൻ്റെ പ്രാണൻ പിതാവായ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ നല്ല കള്ളൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ, എന്നെയും കൂടെ നീ ഓർക്കണേ. ഈശോ അവന് കൊടുത്ത മറുപടി, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലായിരിക്കും. ആ കള്ളൻ പറുദീസ സ്വന്തമാക്കുക. ആ നിമിഷം വരെ ഒരു പ്രതീക്ഷയുമില്ലാതെ ജീവിച്ചവൻ, മരണത്തിലൂടെ സകലതും അവസാനിച്ചു എന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ചവൻ, ഇതാ മരണത്തിന് മുമ്പ് ഒരിക്കലും അസ്തമിക്കാത്ത സ്വർഗം സ്വന്തമാക്കുക. ആ സമയം അവൻ ഹൃദയത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടാകും, എൻ്റെ പൊന്നു കർത്താവേ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഈ സമയം ഈ കുരിശിൽ കിടന്ന് അനുഭവിച്ച വേദനകളൊക്കെ ഈ ഒരു പറുദീസ അനുഭവത്തിനാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. ഞാനിതാ നിനക്ക് ഒരുപാട് നന്ദി പറയുകയാണ്. ഉൾത്തടത്തിൻ്റെ ദുഃഖഭാരമെല്ലാം കർത്താവിൻ്റെ കുരിശിൻ്റെ തോളിലേക്ക് ചേർത്ത് വയ്ക്കുവാൻ നാം മറന്നു പോകരുത്.
ഞാൻ ഒറ്റയ്ക്കാകുമ്പോൾ എൻ്റെ മനസ്സ് ഇങ്ങനെ വല്ലാതെ നേറുമ്പോൾ തിരിച്ചറിയണം, അത് ഈശോയുടെ ജീവൻ നമ്മിലേക്ക് പകർന്നു നൽകുകയാണ് എന്ന്. അത് തിരിച്ചറിഞ്ഞ ജീവിതത്തെ കർത്താവിൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആലപിക്കാം. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാൻ ഓർത്തില്ല ഞാൻ. ഉൾത്തടത്തിൻ ദുഃഖഭാരമെല്ലാം നിൻ തോളിലേകുവാൻ ഓർത്തില്ല ഞാനേകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ഞാനേകയാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു. ദൈവമാണൻ ഏകയാശ്രയം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടാം. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. പ്രിയമുള്ളവരെ, ഈശോ നമ്മിൽ നിന്ന് ഒരു കാര്യം മാത്രം ആവശ്യപ്പെടുന്നു. നിന്റെ ജീവിതത്തിൻ്റെ കടിഞ്ഞാണുണ്ടല്ലോ, അത് നീ എൻ്റെ കയ്യിലേക്ക് താ. കാരണം വേറൊന്നുമല്ല, നിനക്ക് നിന്റെ ജീവിതത്തെ മര്യാദക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നേ. ചിലപ്പോൾ നീ ചില സുഖങ്ങളുടെ, ചില ശാരീരിക അഭിലാഷങ്ങളുടെ പിന്നാലെ ഇങ്ങനെ സഞ്ചരിക്കുക. ഞാൻ എന്നെ എത്ര തവണ തിരിച്ചു വിളിച്ചിട്ടുണ്ടെന്നറിയാം. നീ വിചാരിക്കും ഞാൻ വിളിച്ചത് നീ കേട്ടിട്ടില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. ഒരിക്കലുമില്ല. ഞാൻ വിളിക്കുന്നതൊക്കെ നീ കൃത്യമായിട്ട് കേട്ടിട്ടുണ്ട്. കേൾക്കാത്ത ഭാവത്തിൽ വീണ്ടും എങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പിടയുന്നത് എൻ്റെ ചങ്കാണ്, എൻ്റെ പൊന്നുമോനെ. പ്രിയമുള്ളവരെ, ചങ്ക് പിളർന്ന് സ്നേഹിച്ചവനാണ് എൻ്റെ ഈശോ. അത്രമാത്രം സ്നേഹിച്ചിട്ടും തിരിച്ച് ചിലപ്പോൾ സങ്കടം തരുമ്പോൾ അവന് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരിക്കലും അവൻ പരാതിപ്പെട്ടിട്ടില്ല. വീണ്ടും അവൻ നമ്മുടെ വരവിന് വേണ്ടി, തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുക. ഇത്ര നല്ല ദൈവത്തോട് ഞാൻ ഇനിയും ഇതുപോലെ ചെയ്യാൻ തീരുമാനിച്ച ഈശോ വീണ്ടും നമ്മോട് ക്ഷമിക്കും. കാരണം അവൻ ഒറ്റ ഭാവം മാത്രമേ ഉള്ളൂ, അത് കരുണയുടെ ഭാവമാണ്. കർത്താവേ, മനഃപൂർവം ചെയ്യുന്നതല്ല, ചിലപ്പോൾ ചെയ്തു പോകുന്നതാണ്. തിരിച്ചൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പലപ്പോഴും പറ്റുന്നില്ല. ഈശോയെ, ഞാനിതാ എൻ്റെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ നിന്നെ ഏൽപ്പിക്കുക. ഈശോയെ, ചില സമയത്ത് ഞാൻ ഓടി വന്ന് ആ കടിഞ്ഞാൺ തിരിച്ചു ഓടി, പക്ഷേ തരരുത്. എന്നോടുള്ള സ്നേഹത്തെ പ്രതി നീ അതൊരിക്കലും തരരുത്. നീ തന്നെ അത് പിടിച്ചോ, എനിക്കത് വേണ്ട. കാരണം നീ നിയന്ത്രിക്കുന്നത് ദൈവോന്മുഖമായിട്ടാണെന്നുള്ളൊരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ട്. ആ ഒരു ബോധ്യത്തിൽ ആഴപ്പെട്ട് ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണ്ട പോകരുതേ നാഥാ നിൽക്കണമേ, തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം.
വാ യേശുനാഥ യേശുനാഥ വാ സ്നേഹനാഥ എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാ യേശുനാഥ. ആദിയുഷസ്സിൻ വിജയപതാക